8ാം ക്ലാസ്സിലെ മൽഹാർ പാഠപുസ്തകത്തിലെ 4ാമത്തെ ചാപ്റ്ററായ പ്രശസ്തനായ എഴുത്തുകാരൻ ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ രചിച്ച ഹരിദ്വാർ എന്ന പുണ്യഭൂമിയിലേക്കുള്ള യാത്രാവിവരണമാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. കവിവചനസുധ 14 ഒക്ടോബർ വർഷം 1871 AD. ഹിന്ദി സാഹിത്യത്തിലെ പ്രശസ്തനായ എഴുത്തുകാരൻ ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ തൻ്റെ യാത്രകൾക്ക് പേരുകേട്ട ആളാണ്. അദ്ദേഹം ഇന്ത്യയിലെ നിരവധി ഗ്രാമങ്ങളിലും നഗരങ്ങളിലും യാത്ര ചെയ്യുകയും അവയെക്കുറിച്ച് പത്രങ്ങളിലും മാസികകളിലും എഴുതുകയും ചെയ്തു. പ്രകൃതി, ചരിത്രം, സംസ്കാരം, പുരാവസ്തുശാസ്ത്രം എന്നിവ പഠിക്കാൻ യാത്രകൾ അദ്ദേഹത്തെ ഏറെ സഹായിച്ചു. വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത് പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല, യാത്രകളിൽ കൂടിയാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ 1871 AD ഹരിദ്വാർ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം എഴുതുന്നു, അവിടെ എത്തിയപ്പോൾ തന്നെ എൻ്റെ മനസ്സ് വിവരണാതീതമാം വിധം പ്രസന്നവും നിർമ്മലവുമായി തീർന്നു. ഹരിദ്വാറിലെ പ്രകൃതി, അവിടുത്തെ മലകൾ, പക്ഷികൾ, മരങ്ങൾ, കൽക്കൽ ഒഴുകുന്ന ഗംഗാനദി, തീരങ്ങൾ, ആളുകൾ, കടകൾ, ഗംഗാതീരത്തെ മനോഹരമായ കാഴ്ചകൾ എന്നിവ കണ്ട് അദ്ദേഹം ഏറെ ആനന്ദിച്ചു. ഈ പാഠത്തിൽ അദ്ദേഹം കവിവചനസുധ മാസികയുടെ എഡിറ്റർക്ക് കത്തെഴുതിക്കൊണ്ട് തൻ്റെ ആ ഹരിദ്വാർ യാത്രയുടെ രസകരമായ വിവരണം അവതരിപ്പിച്ചിരിക്കുന്നു. ഈ കത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹിന്ദി ഭാഷയ്ക്ക് ഏകദേശം 150 വർഷത്തെ പഴക്കമുണ്ട്. കത്ത് ഇപ്രകാരമാണ്: ബഹുമാനപ്പെട്ട കവിവചനസുധ എഡിറ്റർ, പ്രിയ സുഹൃത്തെ, മനസ്സ് ശുദ്ധീകരിക്കുന്ന ആ പുണ്യഭൂമിയെക്കുറിച്ച് വിവരിക്കാനും ഹരിദ്വാറിലെ വാർത്തകൾ എഴുതാനും എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ ഭൂമി 3 വശവും മനോഹരമുള്ള പച്ചപ്പുള്ള മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. സജ്ജനങ്ങളുടെ നല്ല ആഗ്രഹങ്ങൾ പോലെ പലതരത്തിലുള്ള വള്ളിച്ചെടികൾ ഈ മലകളിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു. വലിയ മരങ്ങൾ ഒരു കാലിൽ നിന്ന് തപസ് ചെയ്യുന്നത് പോലെയും സന്യാസിമാരെ പോലെ വെയിലും മഞ്ഞും മഴയും സഹിച്ചു നിൽക്കുന്നതായും തോന്നുന്നു. ആഹാ, യാചിക്കുന്നവരെ ഒരിക്കലും നിരാശരാക്കാത്ത ഇവരുടെ ജന്മം ധന്യമാണ്. പഴം, പൂവ്, സുഗന്ധം, തണൽ, ഇലകൾ, മരത്തൊലി, വിത്ത്, വിറക്, വേര്, അതുമാത്രമല്ല കരിഞ്ഞതിനു ശേഷവും കരിയും ചാരവും നൽകി അവ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്നു. കല്ലെറിയുന്നവർക്ക് മധുരമുള്ള പഴങ്ങൾ നൽകുന്ന സജ്ജനങ്ങളെ പോലെയാണിവർ. ഈ മരങ്ങളിൽ പല നിറത്തിലുള്ള പക്ഷികൾ കിളിനാദം പൊഴിക്കുന്നു. നഗരത്തിലെ ക്രൂരരായ വേട്ടക്കാരെ ഭയപ്പെടാതെ അവ സ്വതന്ത്രമായി വിഹരിക്കുന്നു. മഴ കാരണം ചുറ്റും പച്ചപ്പ് പടർന്നു കിടന്നിരുന്നു. യാത്രക്കാർക്ക് വിശ്രമിക്കാൻ പച്ച പരവതാനി വിരിച്ചിട്ടതുപോലെ അത് തോന്നിപ്പിച്ചു. ഒരു വശത്ത് 3 ലോകങ്ങളെയും പവിത്രമാക്കുന്ന ഭഗീരഥ രാജാവിൻ്റെ ഉജ്ജ്വലമായ കീർത്തി പോലെ വിശുദ്ധ ഗംഗാനദി ഒഴുകുന്നു. ഇവിടുത്തെ വെള്ളം വളരെ തണുപ്പുള്ളതും മധുരമുള്ളതുമാണ്. പഞ്ചസാരപ്പാനി ഐസിൽ വെച്ച് തണുപ്പിച്ചതുപോലെയാണത്. വെള്ളത്തിൻ്റെ നിറം വളരെ ശുദ്ധവും വെളുത്തതുമാണ്. പലതരത്തിലുള്ള ജലജീവികൾ ഇതിൽ സന്തോഷത്തോടെ നീന്തിക്കളിക്കുന്നു. ഗംഗാനദി ഇവിടെ അതിൻ്റെ പേരിനെ അന്വർത്ഥമാക്കുന്നു. അതായത് ജലത്തിൻ്റെ ഒഴുക്കിൻ്റെ ശബ്ദം വളരെ കൂടുതലാണ്. തണുത്ത കാറ്റ് നദിയിലെ ആ വിശുദ്ധ ജലകണികകളെയും വഹിച്ചുകൊണ്ട് തൊടുന്നവരെ പവിത്രമാക്കിക്കൊണ്ട് വീശിയടിക്കുന്നു. ഇവിടെ ഗംഗാനദി 2 കൈവഴികളായി പിരിയുന്നു. ഒന്നിൻ്റെ പേര് നീൽധാര എന്നും മറ്റൊന്ന് ഗംഗാനദി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഈ 2 കൈവഴികൾക്കുമിടയിൽ മനോഹരമായ ഒരു ചെറിയ മലയുണ്ട്. നീൽധാരയുടെ തീരത്ത് മനോഹരമായ മറ്റൊരു ചെറിയ മലയുണ്ട്. അതിൻ്റെ മുകളിൽ ചണ്ഡികാദേവിയുടെ വിഗ്രഹമുണ്ട്. ഇവിടെ ഹരി കി പൗഡി എന്നറിയപ്പെടുന്ന ഒരു പക്കാ തീരമുണ്ട്. ഇവിടെയാണ് ആളുകൾ സ്നാനം ചെയ്യുന്നത്. പ്രത്യേക അത്ഭുതം എന്തെന്നാൽ ഇവിടെ ഗംഗാദേവി മാത്രമാണ് പ്രധാന ദൈവം, മറ്റ് ദൈവങ്ങളില്ല. എങ്കിലും സന്യാസിമാർ പല മഠങ്ങളും ക്ഷേത്രങ്ങളും ഇവിടെ പണിതിട്ടുണ്ട്. ഗംഗാനദിയുടെ വീതി ഇവിടെ കുറവാണെങ്കിലും ഒഴുക്ക് വളരെ ശക്തമാണ്.
തീരത്ത് യാത്രക്കാർ താമസിക്കുന്നതിനായി രാജാക്കന്മാർ പണിത ധർമ്മശാലകളും കടകളുമുണ്ട്. എന്നാൽ രാത്രിയിൽ ഇവയെല്ലാം അടച്ചിടും. ആഗ്രഹത്തിൻ്റെയും കോപത്തിൻ്റെയും ഉറവിടമായ മനുഷ്യർ ഇവിടെ താമസിക്കാത്തതുകൊണ്ട് ഇത് നിർമ്മലമായൊരു തീർത്ഥാടന കേന്ദ്രമാണ്. പുരോഹിതന്മാരും കടക്കാരും കൻഖൻ, ജ്വാലാപൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇവിടത്തെ പുരോഹിതന്മാരും വലിയ തൃപ്തിയുള്ളവരാണ്. ഒരു പൈസ കിട്ടിയാൽ പോലും ലക്ഷം കിട്ടിയതുപോലെ അവർ സന്തോഷിക്കുന്നു. ഈ പ്രദേശത്ത് 5 പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. ഹരിദ്വാർ, കുശാവർത്തം, നീൽധാര, വിൽവപർവ്വതം, കൻഖൽ എന്നിവയാണവ. ഹരിദ്വാറിൽ ആളുകൾ ഹരി കി പൗഡിയിൽ കുളിക്കുന്നു. കുശാവർത്തം അതിൻ്റെ അടുത്ത് തന്നെയാണ്. നീൽധാര എന്നത് 2ാമത്തെ കൈവഴിയാണ്. വിൽവപർവ്വതം അടുത്തുള്ള മനോഹരമായ ഒരു മലയാണ്. അതിൽ വിൽവേശ്വർ മഹാദേവൻ്റെ വിഗ്രഹവുമുണ്ട്. കൻഖൽ തീർത്ഥം ഇപ്പുറത്താണ്. ഇത് വളരെ ഉത്തമമായ ഒരു സ്ഥലമാണ്. പണ്ട് ദക്ഷൻ യാഗം നടത്തിയത് ഇവിടെയായിരുന്നു. ശിവന്റെ അപമാനം സഹിക്കാനാവാതെ സതി തൻ്റെ ശരീരം അഗ്നിയിൽ ഭസ്മമാക്കിയതും ഇവിടെയാണ്. ഇവിടെ ചില ചെറിയ വീടുകളുമുണ്ട്. ബാരമാൽ ജയകൃഷ്ണദാസ് ഖത്രി ഇവിടുത്തെ പ്രശസ്തനായ ഒരു ധനികനാണ്. ഹരിദ്വാറിൽ മറ്റ് ബഹളങ്ങളൊന്നുമില്ല. ഇത് ശുദ്ധരും നിർമ്മലരുമായ സന്യാസിമാർക്ക് താമസിക്കാൻ അനുയോജ്യമായ തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ എത്തിയപ്പോൾ എൻ്റെ മനസ്സ് വിവരണാതീതമാം വിധം പ്രസന്നവും നിർമ്മലവുമായി തീർന്നു. ഞാൻ ദിവാൻ കൃപാരാമിൻ്റെ വീടിന് മുകളിലുള്ള ബംഗ്ലാവിലാണ് താമസിച്ചത്. ഈ സ്ഥലം ആ പ്രദേശത്ത് താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒന്നാണ്. 4 പാടും നിന്ന് തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഇവിടെ രാത്രിയിൽ ഗ്രഹണമുണ്ടാവുകയും ഞങ്ങൾ ഗ്രഹണ സമയത്ത് വളരെ ആനന്ദത്തോടെ സ്നാനം ചെയ്യുകയും പകൽ സമയത്ത് ശ്രീമദ് ഭഗവത പാരായണം നടത്തുകയും ചെയ്തു. അതുപോലെ എൻ്റെ കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് കല്ലൂജിയും പരമാനന്ദത്തിലായിരുന്നു. ചുരുക്കത്തിൽ ഈ ഉത്തമ ഭൂമിയിൽ ചെലവഴിച്ച സമയം വളരെ ആനന്ദകരമായിരുന്നു. ഒരു ദിവസം ഞാൻ ഗംഗാനദിയുടെ തീരത്ത് ആഹാരം പാകം ചെയ്ത് വെള്ളത്തിനരികെയുള്ള ഒരു പാറപ്പുറത്ത് വിളമ്പി ഭക്ഷണം കഴിച്ചു. വെള്ളത്തിൻ്റെ തണുത്ത തുള്ളികൾ ഞങ്ങളുടെ അടുത്തേക്ക് തെറിച്ചു വീഴുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പാറപ്പുറത്തിരുന്ന് കഴിച്ച ഭക്ഷണത്തിൻ്റെ സുഖം സ്വർണ്ണത്താലത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തേക്കാൾ എത്രയോ വലുതായിരുന്നു. മനസ്സിൽ വീണ്ടും വീണ്ടും ജ്ഞാനം, വൈരാഗ്യം, ഭക്തി എന്നിവ ഉണർന്നുകൊണ്ടിരുന്നു. അടിപിടിയോ വഴക്കോ എവിടെയും ഉണ്ടായിരുന്നില്ല. ഇവിടെ മറ്റ് ചില നല്ല വസ്തുക്കളും നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഇവിടുത്തെ പൂണൂൽ വളരെ മനോഹരവും വെളുത്തതുമാണ്. ഇവിടുത്തെ കുശപ്പുല്ല് വളരെ സവിശേഷത നിറഞ്ഞതാണ്. അതിൽ നിന്ന് കറുവാപ്പട്ട, ജാതിപത്രി തുടങ്ങിയവയുടെ മനോഹരമായ സുഗന്ധം വരുന്നു. ഈ പുണ്യഭൂമിയിലെ പുല്ലിന് പോലും ഇത്രയും സുഗന്ധമുണ്ടെന്ന് കാണുമ്പോൾ ഇത് സാക്ഷാൽ ഒരു പുണ്യഭൂമിയാണെന്ന് നേരിട്ട് ബോധ്യപ്പെടുന്നു. ചുരുക്കത്തിൽ ഇവിടെയുള്ളവയെല്ലാം അപൂർവമാണ്. ഈ ഭൂമി സാക്ഷാൽ വൈരാഗികളായ സന്യാസിമാർക്കും വിരക്തർക്കും താമസിക്കാൻ യോഗ്യമായ ഒന്നാണ്. എഡിറ്റർ മഹാശയ, എൻ്റെ മനസ്സ് ഇപ്പോഴും ഇവിടെ തന്നെയാണ് ജീവിക്കുന്നത്. ഈ വിവരണങ്ങളിലൂടെ അങ്ങയുടെ വായനക്കാരെ ഈ പുണ്യഭൂമിയുടെ വിശേഷങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. അങ്ങ് തീർച്ചയായും ഈ കത്തിന് അങ്ങയുടെ പത്രത്തിൽ ഇടം നൽകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്ത് യാത്രികൻ ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ. എഴുത്തുകാരനെ കുറിച്ചുള്ള പരിചയം. ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ 1850 ജനിച്ചു, 1885 മരിച്ചു. സ്വന്തം ഭാഷയുടെ പുരോഗതിയാണ് എല്ലാ പുരോഗതികളുടെയും മൂലം എന്ന് പ്രഖ്യാപിച്ച ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ കവിത, നാടകം, ഉപന്യാസം, യാത്രാവിവരണം തുടങ്ങി നിരവധി ശാഖകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കവിവചനസുധ, ഹരിശ്ചന്ദ്ര മാഗസിൻ, ഹരിശ്ചന്ദ്ര ചന്ദ്രിക, സ്ത്രീകൾക്കായി ബാലാബോധിനി എന്നീ മാസികകൾ പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ സാമൂഹ്യ പരിഷ്കരണം, ദേശസ്നേഹം, ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ്, സ്വാതന്ത്ര്യബോധം എന്നിവയുടെ സ്വരങ്ങൾ കേൾക്കാം. അദ്ദേഹത്തെ ആധുനിക ഹിന്ദി സാഹിത്യത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നു. സത്യഹരിശ്ചന്ദ്ര, ഭാരത് ദുർദശ, അന്തേർ നഗരി, സരയൂപർ കി യാത്ര എന്നിവ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ കൃതികളാണ്.